ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ത്രീകളുടെ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഇസ്ലാം പുരുഷൻ്റെ പകുതി സ്വത്തോരി നിശ്ചയിച്ച അവസ്ഥകൾ പറഞ്ഞു, അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. പിന്നെ നമ്മൾ വിശദീകരിച്ചത് സ്ത്രീകളും പുരുഷന്മാരും സ്വത്തോരിയിൽ തുല്യരായി വരുന്ന അവസ്ഥകളാണ്. തുല്യമായിട്ട് സ്വത്ത് ഓഹരി എടുക്കുന്ന അവസ്ഥകളാണ് പറഞ്ഞത്. ഇവിടെ എത്ര എണ്ണം പറഞ്ഞിട്ട് നമ്മൾ 5 എണ്ണം. ഇന്ന് നമ്മൾ മരണപ്പെട്ട വ്യക്തിയെ അനന്തരമെടുക്കുന്ന ആളുകളിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് എങ്കിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ അനന്തരമെടുക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ, അതേപോലെ സ്ത്രീകൾ മാത്രം അനന്തരമെടുക്കുകയും പുരുഷന്മാർ വിഹിതം നൽകപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ, അവയുടെ ചില ഉദാഹരണങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മസ്അലയിൽ നമ്മൾ ചിലത് ഇവിടെ എഴുതി. ഒരു വ്യക്തി മരിച്ചപ്പോൾ അയാൾക്കൊരു പെൺമകളും സ്ത്രീയാണ് മരിച്ചതെന്ന് വെക്കുക, അതിൻ്റെ ഭർത്താവും പിന്നെ ഉമ്മയുമുണ്ട് എന്നൊക്കെ. സ്ത്രീയാണ് മരണപ്പെട്ടത് എങ്കിൽ ഭർത്താവുണ്ട്, മാതാവുണ്ട്, മകളുണ്ട്. മകൾ മാത്രമാണുള്ളത്, അതുകൊണ്ട് തന്നെ സ്വത്ത് ഓഹരിയിൽ മകൾക്ക് പകുതി കിട്ടും. മകളുള്ള സ്ഥിതിക്ക് ഭർത്താവിന് 4/1 കിട്ടും. ഉമ്മക്ക് മകളുള്ളപ്പോൾ 6/1 സ്വത്തോഹരി, 6/1 അല്ല 3/1. ഇവിടെ നോക്കി, ആണിതാണ് അല്ലേ? പന്ത്രണ്ടിൽ സ്വത്ത് ഓഹരി വെച്ചാൽ 12 പകുതി എത്ര? 6. 4/1 3. 3/1 4. ഇവിടെ നോക്കി, ഉണ്ട് 1 അധികമായി. ഇവിടെ 16 അല്ലേ? ഇവിടെ ആണാണ് ഇത്, മനസ്സിലെ? ഒരു സ്ത്രീ മരിച്ചപ്പോ അതിന് 3 ആളാണ് അനന്തരം എടുക്കാനുള്ളത്. ഒരു പെൺമകളുണ്ട്, ഒരു ഉമ്മ ഉണ്ട്, അതിൻ്റെ ഭർത്താവും ഉണ്ട്. മകളുള്ള സ്ഥിതിക്ക് ഇവിടെ 4/1 ഭർത്താവിന് സ്വത്തോരി ഉള്ളത്. ഇതിൽ നോക്കിയ ഉമ്മയും പെൺകുട്ടിയും ഈ ആണിനെ അപേക്ഷിച്ച്, ഭർത്താവിനെ അപേക്ഷിച്ച് കൂടുതലാണ് സ്വത്തോരി എടുക്കുന്നത്, കൂടുതൽ സ്വത്തോരി. ഇവിടെ സ്വത്ത് ഓഹരി എടുക്കുന്നവർ അവരുടെ ഓഹരി വീതം കൂടുമ്പോൾ ഇതിന് അസ്ലുൽ മസ്അല എന്നാണ് പറയുക. അതിനെന്ത് ചെയ്യും? അതിനെ ഔല് ചെയ്യും. ഔല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഓഹരിയെ കൂട്ടിയിട്ട് അതിനനുസരിച്ച് പിന്നെ എന്ത് ചെയ്യും? ഇത് വീതിക്കും. മസലത്തുൽ ഔൽ എന്നതിന് പറയും. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതേപോലെ ഇനി മറ്റൊരു ഉദാഹരണം, ഇതേ വിഷയത്തിൽ ഒരു മസലയിൽ ബിൻസ്, അതേപോലെ തന്നെ ഇവിടെ സൗജ്, അബ്.
എത്ര സ്വത്തോരിയൊക്കെ? ഇത് ഇതേപോലെ തന്നെ 2, ഇതേപോലെ തന്നെ 4-1. ഇവിടെ ഈ പിതാവിന് ബാക്കിയാണ് പിതാവിനുള്ളത്. മനസ്സിലായോ? ഇത് 12 ഒരു വെക്കാൻ പറ്റും. 6, 3, ബാക്കി എത്ര? 6, 3 കഴിഞ്ഞാൽ 3. ആർക്കാ സ്വത്തോരി കൂടുതൽ? ഒരു പെണ്ണ് മരിച്ച്, സ്ത്രീ മരിച്ച്, അതിനൊരു മകളുണ്ട്, ബാപ്പുണ്ട്, ഭർത്താവും ഉണ്ട്. സ്വത്തോരി വെക്കുമ്പോൾ മകൾക്ക് പകുതിയാണ്. മകളുടെ സ്ഥിതിക്ക് ഭർത്താവിന് 4-1. ഇവർ രണ്ടുപേരും അംശാവകാശികളാണ്. ഇവിടെ പിതാവ് ശിഷ്ടാവകാശിയാണ്, അസബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽഹഖുൽ ഫറായിദ് ബി അഹ്ലിഹ, ശിഷ്ടാവകാശം അത് അതിൻ്റെ ആളുകൾക്ക് കൊടുക്കുക. ഫമ ബഖിയ, എന്നിട്ട് ശിഷ്ടം വരുന്നത് ഫലി ഉലി റജുലിൻ ദക്കർ, ഏറ്റവും അടുത്ത ആണിനാണ് കൊടുക്കേണ്ടതാണ്. ഏറ്റവും അടുത്ത ആണിനാണ് ശിഷ്ടം വരുന്നത് കൊടുക്കേണ്ടത്. ഇവിടെ ഈ മസലയിൽ ഏറ്റവും അടുത്ത ആണുള്ളത് ബാപ്പയാണ്. അതുകൊണ്ട് ബാപ്പാക്ക് ബാക്കി വരുന്നത് കൊടുത്തത്. അതിനാണ് ആസബ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. മനസ്സിലായില്ലേ? ഇവിടെ ശിഷ്ടാവകാശിയായ വാപ്പാക്ക് 3 വിഹിതം, ഭർത്താവിന് 3 വിഹിതം ഉണ്ടോ? ഇവരെ അപേക്ഷിച്ച് സ്ത്രീക്ക് ഇരട്ടിയാണ് ഈ മസലയിൽ. കൂടുതൽ എന്ന് മാത്രമല്ല, അവരെക്കാൾ ഇരട്ടിയാണ് സ്ത്രീക്കുള്ളത് പെൺ വിഹിതം. ഇനി ഒരു മസലയിൽ ഒരു മകളും ഒരു മകൻ്റെ മകളും പിന്നെ ഉമ്മയും ഇങ്ങനെയാണ് ഒരു സ്വത്തുവരി എന്നൊക്കെ. ഇതിൽ ആരൊക്കെയാണ്? ഒരു സ്ത്രീ മരിച്ചു, ആ സ്ത്രീക്ക് മകളുണ്ട്, മകൻ്റെ മകളുമുണ്ട്. മകൻ്റെ മകളാരാ? അത് പൗത്രി. പിന്നെ മാതാവുണ്ട്, പിതാവുണ്ട്. എങ്ങനെ സ്വത്തോരി വെക്കും? ഇവിടെ എങ്ങനെയാണ് ഇതിൽ സ്വത്തോരിയൊക്കെ? മകനില്ല, മകൻ മരിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ ജീവിച്ചിരിക്കെ മകൻ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീ മരിക്കുമ്പോൾ മകൻ്റെ മകളാണുള്ളത്. അപ്പോൾ ഇതിൽ സ്വത്തോരി കിട്ടുമോ? മകൻ്റെ മകൾക്ക് വസിയത്ത് ചെയ്യണം. അത് നമുക്ക് ഇവിടെ ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ടാക്കാം, തെറ്റാതിരിക്കാം. ഇവിടെ ഈ മകൾക്ക് ഏകപുത്രിയാണ്. അവൾക്ക് പകുതിയാണ് സ്വത്തോരി. ഫൈൻകാനത്ത് വാഹിദത്തൻ ഫലഹന്നിസ്, ഒരു പെൺമകളാണ് എങ്കിൽ പകുതി സ്വത്തോരി, മയ്യത്തിൻ്റെ പകുതി സ്വത്തോരി പെണ്ണിനാണ്. അല്ലേ? ഈ മസലയിൽ ഈ പൗത്രിക്ക് സ്വത്തോരി ഉണ്ട്, അത് 6-1. 6-1 സ്വത്തോരി ഉണ്ട്. പിന്നെ മാതാവിന് 6-1, പിതാവിന് ബാക്കി. പിതാവ് ആസബക്കാരനാണ്, ബാക്കിയുള്ളത് മൊത്തം അനന്തരം എടുക്കുന്ന ആളാണ്. ഇവിടെ നോക്കിയ 6-1 വെക്കാൻ പറ്റൂത്. പകുതി എത്ര? 3. 4-1 എത്ര? അല്ല, 6-1 1. ഇവിടെ 1 ബാക്കിയുണ്ടാ? എത്ര? 1. ഇവിടെ ഈ പെൺമക്കൾ അല്ലെങ്കിൽ പിന്നെ പെൺമക്കൾ അവരിനി എത്ര താഴേക്ക് പോയാലും, അതായത് മകൻ്റെ മകൾ ഇങ്ങനെ പോയാലും അവരുടെ സ്വത്തോരി ഒരിക്കലും 3/2 കൂടാൻ പാടുള്ളതല്ല. 3/2 കൂടിയാൽ 3/2. അപ്പോൾ പിന്നെ മകൻ്റെ മക്കൾക്ക് സ്വത്ത് ലഭിക്കാതെ വരുന്ന അവസ്ഥ വരുന്നത് എന്താ വെച്ചാൽ 3/2 സ്വത്തോരി മുകളിൽ കഴിയുമ്പോഴാണ്. 3/2 സ്വത്തോരി മുകളിൽ കഴിയുമ്പോഴാണ് അവർക്ക് ഇത് കിട്ടാത്തത്. അല്ലാതെ പിന്നെ അവർക്ക് കൊടുക്കാൻ സ്വത്ത് വരുന്നില്ല താഴത്തേക്ക്. അതുകൊണ്ടാണ് അവർ തടയപ്പെടുന്നത്. കാരണം അവരുടെ മുകളിലുള്ളവരെന്നെ എന്ത് ചെയ്യാണ്? സ്വത്ത്
എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പകുതിയെ സ്വത്ത് ആരെടുക്കണുള്ളൂ? ഈ പെണ്ണെടുക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ 2/3 ഇനിയും സ്വത്ത് ബാക്കിയുണ്ട്. അതെത്രയാണ്? 6/1. അതുകൊണ്ട് ഈ പൗത്രിക്ക് 6/1 സ്വത്തോരിയുണ്ട്. കാരണം ഈ 2 ഓഹരിയും കൂടിയിട്ട് 3/2 തികയാൻ, ഈ 2 ഓഹരിയും കൂടിയിട്ട് 3, അതുകൊണ്ട് തെക്കിമിലത്തൽ ലിസുലുസൈൻ എന്നാ പറയുക. 3/2 തികക്കാൻ ഇവിടെ ഈ പൗത്രിക്ക് സ്വത്തോഹരി ഉണ്ട്. അതാണ് 6/1. പിന്നെ മാതാവിന് 6/1, ബാക്കി പിതാവിന്. ഇവിടെ ആരാ ഈ മസലയിൽ? ആണാരാ? മാപ്പിയാണ്, പുരുഷൻ. ഈ സ്വത്തോഹരി എടുത്തവരെ നോക്കി നിങ്ങൾ. പെൺകുട്ടീൻ്റെ ഈ ഇതുകൊണ്ട് ഇവരുടെ സ്വത്തോഹരി അപേക്ഷിച്ച് നോക്കണം, ഇത് കുറവാണ്. ഇവിടെ 4 ഓഹരി വരുമ്പോൾ കുറവാണ്. അല്ലെങ്കിൽ ഇനി പെൺകുട്ടിയെ മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ ആണിന് സ്വത്ത് ഓഹരി കുറവാണ്. ഇതേപോലെ ഇനിയൊരു മസാല, ഒരു വ്യക്തി മരണപ്പെട്ട്, ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു പെണ്ണെന്നെ കൊള്ളുന്നില്ല മരിച്ച്, ഇതിലിപ്പോൾ ആണായാലും മതി. ഇതിൽ പിന്നെ ഭർത്താവ് വരുന്ന പ്രശ്നമല്ല. ഒരു വ്യക്തി മരിച്ചപ്പോൾ ഒരു ബിൻതും ഇബിനും പിന്നെ ഒരു ഉമ്മയും. ഇതിലാരാണ്? ഇബിനാണ്. ആരെ ഈ ഇബിൻ? മകൻ്റെ മകനാണ്. അങ്ങനെ സ്വത്ത് ഓഹരി വെക്കുക. ഇവിടെ മകൾ മാത്രമല്ലേ ഉള്ളൂ. മകൾ മാത്രമേ ആകുമ്പോൾ അവൾക്ക് പകുതിയാണ് എപ്പോഴും. ഉമ്മക്ക് ഇവിടെ മകളും മകൻ്റെ മകനും ഉണ്ട്. അതുകൊണ്ട് ഉമ്മക്ക് 6/1. ബാക്കി സ്വത്തോരി ഈ ആണിനുള്ള ആർക്ക്? മകൻ്റെ മകനുള്ളതാണ്. അപ്പോൾ ഇത് 6/1 വെച്ചാൽ 3, നമുക്ക് 1, ഇവിടെ ബാക്കി 2. ഈ പൗത്രന് 2 ഓഹരി കിട്ടും. പൗത്രൻ ഇവിടെ ശിഷ്ടാവകാശിയാണ്. ഇവിടെ ആണിനേക്കാൾ പെണ്ണാണ് സ്വത്ത് ഓഹരി കൂടുതലെടുക്കുന്നത്. മയ്യത്തിൻ്റെ അവകാശികളിൽ പെണ്ണാണ് കൂടുതൽ സ്വത്തോഹരി എടുക്കുന്നത് ഈ ഒരു ഉദാഹരണത്തിൽ. ഇനിയും ഒരു വ്യക്തി മരണപ്പെട്ടു. ആ വ്യക്തിക്ക്, അതാണാട്ടെ പെണ്ണാട്ടെ, മകളുണ്ട്, മകൻ്റെ മകനുണ്ട്, ഒരു മാതാവുമുണ്ട് എങ്കിൽ അതിൻ്റെ സ്വത്തോഹരി ഇങ്ങനെയാണ്. ഇവിടെ ഒരു ആണാണ് മരണപ്പെടുന്നത്. ഭർത്താവ് മരിച്ചു. ഈ സ്ത്രീയുടെ ആണാണ് മരിക്കുന്നത്. എങ്കിൽ ആ മരിച്ച വ്യക്തിക്ക് മകളുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ സ്ത്രീക്ക് എത്ര കിട്ടുക? 8/1. മകൾ തനിച്ചാണുള്ളത്, അതുകൊണ്ട് പകുതി. ഈ സഹോദരൻ, മരിച്ച വ്യക്തിയുടെ സഹോദരൻ ഇവിടെ ശിഷ്ടാവകാശിയാണ്. അസ്സലാമു അലൈക്കും ഉണ്ടോ? അപ്പോൾ ഇവിടെ നോക്കിയേ, 8/1 വരണമെങ്കിൽ ചെറിയ സംഖ്യ 8/1 വരുന്നതിന് 1 പകുതി 4, ശിഷ്ടം 3. ഒരു വ്യക്തിയുടെ സഹോദരനുണ്ട്, മകളുമുണ്ട്, ഭാര്യയുണ്ട്. ഇവിടെ മകൾ നോക്കിയ മകൾക്ക് കൂടുതൽ സഹോദരനേക്കാൾ. അപ്പോൾ സ്വത്ത് ഓഹരി എടുക്കുന്നവരിൽ പുരുഷന്മാർ ഉണ്ട്, സ്ത്രീകൾ ഉണ്ട്. എങ്കിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ സ്വത്ത് ഓഹരി എടുക്കുമെന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. 8/1 സ്വത്ത് വിഹിതം. ഭർത്താവിൻ്റെ സ്വത്ത് വിഹിതത്തിൽ 8/1. ഇത് ഇവിടെ മകളുള്ളത് കൊണ്ടാണത്. ഇല്ലെങ്കിൽ 4/1. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അവർക്കുള്ളത് ഔദാര്യമാണത്.
ഒരു സാമ്പത്തിക ബാധ്യതയോ ജീവിത ചെലവോ അവരുടെ മേൽ ബാധ്യതയാക്കാതെയാണ് എന്ത് ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് ഈ അവകാശങ്ങളെല്ലാം നൽകിയിട്ടുള്ളത് എല്ലാ മസ്അലകളിലും. ഇവിടെ ഇതിലാ ഉഖ്തുണ്ടെങ്കിൽ ഉഖ്തിന് പിന്നെ ഇവിടെ പെൺകുട്ടി ഉണ്ടാകുമ്പോൾ ഉഖ്തും ഉണ്ടാകുമ്പോൾ പെൺകുട്ടിയോടൊപ്പം ഉഖ്ത് അസബയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഉഖ്തും ഇതേപോലെ സൃഷ്ടാവകാശിയായിരിക്കും. ഈ അഖിനെ പോലെ തന്നെ സൃഷ്ടാവകാശിയാണ് ഉഖ്തും. ഉഖ്തിന് സ്വത്തോരി കിട്ടും. ഇവിടെ ഈ മസലയിൽ തന്നെ ഇവിടെ അഖിന് പകരം ഉഖ്താണ് എങ്കിൽ സ്വത്തോരി കിട്ടും. അഹും ഉഖ്തും ഉണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യും? സൃഷ്ടാവകാശത്തിൽ ലിദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, അതായത് രണ്ട് പിന്നെ ഇവിടെ ഒരു ഉഖ്തും കൂടി ഉണ്ടെന്ന് വെക്കുക എങ്കിൽ ഈ മൂന്നിന് അവരെന്ത് ചെയ്യും? അത് പിന്നെ ആണിന് 2 ഓരി പെണ്ണിന് 1 ഓരി, ഓരോ ഓരി പിന്നെ പെണ്ണെടുക്കും, ഉഖ്തിന് കൊടുക്കും, 2 ഓരി അഖിന് കൊടുക്കും. ഇനി അഖില്ല ഉഖ്ത് മാത്രമാണ് ഉള്ളത് എങ്കിൽ ഈ സൃഷ്ടാവകാശി ആ ഉഖ്തായിരിക്കും. അത് സഹോദരിയുടെ പ്രത്യേകതയാണ്. ഒരു വ്യക്തി മരിച്ചു, ഒരു സഹോദരിയുണ്ട്, മാതാവുണ്ട്, ഒരു ജദ്ദാരാ വല്യപ്പ. വല്യപ്പാക്ക് സ്വത്തോരി ഉണ്ടോ? അവിടെ എഴുതി വിചാരിച്ചിട്ട് സ്വത്തോരി ഉണ്ടാവുമോ? വാപ്പല്ല എങ്കിലും വല്യാപ്പാക്ക് സ്വത്തോരി, വാപ്പാൻ്റെ സ്വത്തോരി ആർക്ക് പോവും? വല്യാപ്പയിലേക്ക് പോവും. ഇപ്പോൾ ഇവിടെ മരണപ്പെട്ട വ്യക്തിക്ക് മക്കളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സഹോദരി ഇവിടെ മരണപ്പെട്ട വ്യക്തിയുടെ അവകാശിയാണ്. അവർക്ക് പകുതി സ്വത്തോരിയാണ്. മരണപ്പെട്ട വ്യക്തിക്ക് മക്കളോ സഹോദരങ്ങളോ അല്ല. അതുകൊണ്ട് തന്നെ മാതാവിന് എത്രയാണ്? മാതാവിന് 3/1 മക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൺ അല്ലെങ്കിൽ ആൺ പെൺ 3/1. സൃഷ്ടാവകാശിയാണ് ആരിവിടെ? വല്യാപ്പ. ഇവിടെ നോക്കി, 6 സ്വത്തോരി വെച്ചാൽ പകുതി എത്ര? 3. 3/2 3/1 അല്ലേ? 2. ബാക്കി എത്ര? 1. ഓക്കെ. ഒരു മയ്യത്തിനെ അനന്തരമെടുത്ത 3 ആളുകൾ, ഒന്ന് സഹോദരിയാണ്, മറ്റൊന്ന് ഉമ്മയാണ്, മറ്റൊന്ന് വല്യാപ്പയാണ്. വല്യാപ്പയാണ് ഇവിടെ ആണ് അല്ലേ? ആണ്. അനന്തരത്തെ മറ്റു 2 പേരും സ്ത്രീകളാണ്. ഇവിടെ നോക്കി, ആണിനാണ് കുറവ്, മാതാവിന് ആണിൻ്റെ ഇരട്ടിയുണ്ട്. പിന്നെ അതിലും കൂടുതലാണ് ആർക്ക്? ഇവിടെ ഈ സഹോദരിക്കുള്ളത്. അപ്പോൾ സ്വത്ത് ഓഹരി എടുക്കുന്നതിൽ ആണും പെണ്ണും ഉണ്ടാവുകയും ആണിനേക്കാൾ പെണ്ണ് സ്വത്ത് കൂടുതൽ അനന്തരം എടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണങ്ങളിൽപ്പെട്ടതാണിത്. ഇനിയും വേണമെങ്കിൽ ഒരു ഉദാഹരണം എഴുതാം. അങ്ങനെ എഴുതാം. അദ്ദേഹത്തിന് എഴുതിയാലും മുഴുവൻ സ്വത്ത് എടുക്കില്ല, അത് പഠിക്കാം. ഒരു വ്യക്തി മരിച്ച്, ആ വ്യക്തിക്കൊരു ഉമ്മയുണ്ട്. മരിച്ച വ്യക്തിക്ക്, അത് സ്ത്രീയാണ്, അതിന് ഭർത്താവുണ്ട്, പിന്നെ വാപ്പല്ല വല്യാപ്പുണ്ട്, സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങൾ വാപ്പത്തെ സഹോദരങ്ങളാണ്, അതേപോലെ തന്നെ ഉമ്മത്തെ സഹോദരങ്ങളാണ്, അർദ്ധ സഹോദരങ്ങളാണ്. വാപ്പത്ത ഉമ്മയൊത്ത സഹോദരങ്ങളാണ്, അർദ്ധ സഹോദരങ്ങളാണ്, പൂർണ്ണ സഹോദരങ്ങളല്ല. എങ്കിലിവിടെ സഹോദരങ്ങളുണ്ട്. അപ്പം ഉമ്മക്ക് 6/1 സ്വത്തോരിയാണ്. ഭർത്താവിന് ഇവിടെ മരിച്ച സ്ത്രീക്ക് മക്കളില്ല, അതുകൊണ്ട് പകുതി സ്വത്തോരിയാണ്. ഇവിടെ വല്യപ്പാക്ക് 6/1 സ്വത്തോരി, വാപ്പല്ല. ബാക്കി ഈ വാപ്പത്തെ സഹോദരങ്ങൾ സൃഷ്ടാവകാശികളാണ്. ഉമ്മത്തെ സഹോദരങ്ങൾ ഇവിടെ അവർക്ക് സ്വത്തുണ്ടാവില്ല, അവർ തടയപ്പെടും. കാരണം അവരെക്കാൾ അടുത്ത ആൺ വിഭാഗമുണ്ട്, മയ്യത്തിനോട് ഇവരെക്കാൾ അടുത്താണ് വിഭാഗമുണ്ട്. ഇവരാണ് ഇഖ്വലി അബ്, വാപ്പത്തെ സഹോദരങ്ങൾ. അതുകൊണ്ട് ആ വാപ്പത്തെ സഹോദരങ്ങൾ ഉമ്മത്തെ സഹോദരങ്ങളുടെ സ്വത്തിൽ നിന്നും തടയും.
ഇവിടെ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ഔല് വരും. 6 1 പിന്നെ പകുതി 1. ഇനി എത്രയുള്ളത് ഇനി 1. അപ്പോൾ ഇവിടെ ഇത് ഈ ഉദാഹരണം എഴുതാൻ കാരണം ഇവിടെ ഉമ്മണ്ട് അല്ലേ? ഉമ്മയാണ് ഇവിടെ സ്ത്രീ. ശിഷ്ടാവകാശികളായ സഹോദരങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് ആകെ ഒന്നേ ഉള്ളൂ. ഈ ഒന്നാണ് അവരെന്ത് ചെയ്യേണ്ടത്? സഹോദരങ്ങൾ ഭാഗിച്ചെടുക്കേണ്ടത്. ഈ സഹോദരങ്ങളെ അപേക്ഷിച്ച് അവർ ഈ ഒന്നുകൊണ്ട് എല്ലാവരും എടുക്കണം. അവർ ഒന്നിലധികം സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇഹ്വ എന്ന് എഴുതിയത്, അഹ് എന്ന് എഴുതിയിട്ടില്ല. ഇഹ്വത്താണ്, സഹോദരങ്ങളാണ്. ഈ കൂട്ടത്തിലോ സഹോദരങ്ങളുണ്ട് എങ്കിൽ പിന്നെ അവർ ഈ ശിഷ്ടാവകാശത്തിൽ പങ്കാളികളാണ്. ഇവിടെ സഹോദരങ്ങൾ ഈ ഒന്ന് എന്ത് ചെയ്യണം? അവർ അതിന് പിന്നെ ഇനി അവർ 10 ആളാണെങ്കിൽ 10 കഷ്ണാക്കണം, എന്നിട്ട് അവരെടുക്കണം. വേണ്ട, ഈ സഹോദരങ്ങൾക്ക് കിട്ടുന്ന ഈ ഒന്നും ഈ മാതാവിന് കിട്ടുന്ന ഒന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് അവർക്ക് സ്വന്തമാണ്, പക്ഷേ ഇത് ഇവർക്ക് ഭാഗിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ സ്വത്ത് ഓഹരിയിൽ പുരുഷനേക്കാൾ സ്ത്രീകൾ അനന്തരെടുക്കുന്നതായ അവസ്ഥകൾ ഇതുപോലെ വേറെ ഉദാഹരണങ്ങൾ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. ഇനിയും വേണമെങ്കിൽ ഒരു ഉദാഹരണം എഴുതാം. ഇത് പൂർണ്ണ സഹോദരനാണ്, ഇത് അർദ്ധ സഹോദരനാണ്. അഹുല്യവും മൊത്ത സഹോദരൻ, പൂർണ്ണ സഹോദരൻ. ഇവിടെ മകളുണ്ട്, അതുകൊണ്ട് തന്നെ 8-1. ഒരു ഭർത്താവാണ് ഇവിടെ, ഈ സ്ത്രീൻ്റെ ഭർത്താവാണ് മരിച്ചത്. അപ്പം മരിച്ച വ്യക്തിയുടെ ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, മകളുള്ളത് കൊണ്ട് സഹോദരങ്ങളുള്ളത് കൊണ്ട് ഇവർക്ക് 6-1 പകുതി. ഇവിടെ ഈ പൂർണ്ണ സഹോദരൻ ശിഷ്ടാവകാശിയാണ്, ഇദ്ദേഹം തടയപ്പെടും, അഹുല്യവും തടയപ്പെടും. 6-1 വരണല്ലേ, പകുതി വരണം, 6-1 വരണം. അപ്പോൾ 8 സ്വത്ത് വരിക്കാൻ പറ്റില്ല, 24 24ൻ്റെ 8-1 എത്ര? 3. 24ൻ്റെ 6-1 4. 24ൻ്റെ പകുതി 12 അല്ലേ? ഇനി എത്ര ബാക്കിയുള്ളത്? 12ഉം 4ഉം 16ഉം 3ഉം 19. ഇനി ശേഷിക്കുന്നത് 5. കണ്ട, ഇവിടെ നോക്കിയ ഒരു വ്യക്തിയുടെ പൂർണ്ണ സഹോദരനുണ്ട്, ആ വ്യക്തിയുടെ മകളും മാതാവും ഭാര്യയുണ്ട്. ഇവിടെ ഈ സഹോദരന് ഇതിൽ നോക്കിയ മകളെ അപേക്ഷിച്ച് എത്രയോ കുറവാണ്. മകൾക്കാണ് കൂടുതൽ സ്വത്തുവരി, മനസ്സിലല്ലേ? മകൾക്കാണ് കൂടുതൽ സ്വത്തുവരി. മകനും മകളുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല, അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. ഫറദ് ഉണ്ടല്ലോ, ഈ നിർണിത വിഹിതം നമ്മൾ പറഞ്ഞില്ലേ, 6-1 4-1 ഇങ്ങനെ പറഞ്ഞ നിർണിത വിഹിതം പറഞ്ഞില്ലേ, അതാണ് ആദ്യം കൊടുക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ ഫറദ് നിർണിത വിഹിതം കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നത് എന്ത് ചെയ്യുക? ഏറ്റവും അടുത്ത ആണിന് കൊടുക്കാനാണ്. ഏറ്റവും അടുത്ത ആണ് ആരാണോ അത് ഇവിടെ മകൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മകനാണ്. അതുകൊണ്ട് തന്നെ ആ മകൻ കഴിഞ്ഞിട്ട് പിന്നെ ദൂരപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല, അവർക്ക് സ്വത്തോഹരി പോകില്ല, മനസ്സിലായോ? പിന്നെ ഈ അടുത്ത ആണിനെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം പൗത്രന്മാരായി പൗത്രിമാരായി അല്ലെങ്കിൽ മറ്റു പിന്നെ ഘടകങ്ങളായിട്ട് കുടുംബത്തിൽ ആളുകളുണ്ട് എങ്കിൽ ഇസ്ലാം അവിടെ നിർണയിച്ചത് പിന്നെ ഒരു നിർണിത വിഹിതമല്ല, പിന്നെയോ അവിടെ നിശ്ചയിച്ചത് വസിയ്യത്താണ്. അതും വളരെ പിന്നെ സൂക്ഷ്മമായ നിലയ്ക്ക് ഞാൻ അതിൻ്റെ ആ ഒരു വിഷയം ഇവിടെ നമുക്ക് ഉണർത്താം.
ഇതിൻ്റെ ഈ ഉദാഹരണങ്ങൾ നമ്മൾ ഇവിടെ ഈ വിഷയത്തിലുള്ളത് പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ്. ഇനി ഇതേപോലെ ഒരു മസല നോക്കാം. ഇവിടെ ഒരു വ്യക്തി മരിച്ച്, സ്ത്രീയാണ്, അവരുടെ ഭർത്താവുണ്ട്, മകൻ്റെ 2 പെൺമക്കളുണ്ട്. പിന്നെ ഒരു മകൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ പിന്നെ പേരക്കുട്ടീൻ്റെ കുട്ടിയാണ്. സ്ത്രീയാണ് മരിച്ചത്, അവർക്ക് മക്കളുണ്ട്. ശരിയല്ലേ? മക്കളിന് അവരുടെ എത്ര ഗണം താഴേക്ക് പോയാലും അപ്പോൾ ഭർത്താവിൻ്റെ 4-1 സ്വത്തോരി. ഇവിടെ ബിൻത ഇബിൻ, മകൻ്റെ പെൺമക്കൾ, അവർക്ക് സ്വത്തോരി ഉണ്ടാവുക? സ്വത്തോരി ഉണ്ടാകും. എത്ര സ്വത്തോരി? ഇവിടെ 3/2 സ്വത്തോരി. 3/2 സ്വത്ത് ഇവിടെ ആയിരിക്കട്ടെ മകൻ്റെ പെൺമക്കൾക്കുണ്ട്. ഈ ഇബിൻ മകൻ്റെ മകൻ മയ്യത്തിനെ അപേക്ഷിച്ച് മയ്യത്തിൻ്റെ മകൻ ഈ സ്ത്രീയുടെ മകൻ അവരുടെ കാലത്ത് മരിച്ചുപോയി. പക്ഷേ അതിൻ്റെ മകനുണ്ട്, അത് മരിച്ചുപോയി. പിന്നെ അതിൻ്റെ മകനാണുള്ളത്. ഈ മകന് സ്വത്തോരി ഉണ്ട്, അത് ബാക്കിയാണ്, ശിഷ്ടാവകാശിയാണ്. അപ്പോൾ ഇവിടെ 12 നോക്കാം, 1 മിനിറ്റ്. 3/2 8 അല്ലേ? ബാക്കി 1 ഇപ്പോൾ ഓക്കെ. ഈ മസലയിൽ നോക്കി, പിന്നെ ആണുങ്ങളാണ്, ഇതാണാണ്, ഇതും ആണാണ്. മയ്യത്തിന് അനന്തരമെടുക്കുന്ന ആണുങ്ങൾ ഇവിടെ 1 അതിൻ്റെ പൗത്രൻ, പിന്നെ അതിൻ്റെ ഭർത്താവ്, പിന്നെ 2 പെൺമക്കളല്ല, പിന്നെ മകൻ്റെ 2 പെൺമക്കളാണ്. മകൻ്റെ 2 പെൺമക്കൾ. ഈ മകൻ്റെ 2 പെൺമക്കൾക്ക് ഇവിടെ 3/2 സ്വത്തോരിയാണ്. 8. ഭർത്താവിനെ അപേക്ഷിച്ച് സ്വത്ത് കൂടുതലാണ്. പിന്നെ ഈ ശിഷ്ടാവകാശിയെ അപേക്ഷിച്ച് സ്വത്ത് വളരെ കൂടുതലാണ്. ഇനിയും ഇതുപോലെ ഉദാഹരണങ്ങൾ, ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട്. നമുക്ക് ഇത്ര മതി. എത്ര എഴുതി നമ്മൾ? 5 ഇനിയുണ്ട്. അല്ല, ഒരു പെൺകുട്ടിയാണെങ്കിൽ നേരെ തിരിയും. അത് ഇതിൻ്റെ വിഷയമാണ്. ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്താ വരിക? ബിൻത് ഇബിനാണ് വരിക. ഇവിടെ ഇപ്പോൾ ബിന്ദ ഇബിനാണ് അല്ലേ? അവിടെ എഴുതാൻ. അല്ലെങ്കിൽ ഇതിന് പകരം ഒരു പെൺകുട്ടിയാണെങ്കിലോ? ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇവിടെ 4-1 തന്നെ. ഒരു കുട്ടിയാണെങ്കിൽ, മകൻ്റെ ഒരു മകളാണെങ്കിൽ പകുതി സ്വത്തോരി, പകുതി, ബാക്കി ശിഷ്ടാവകാശിക്ക്. മനസ്സിലല്ലേ? അപ്പോൾ ഇവിടെ പിന്നെ ഈ ഒരു പെൺകുട്ടി ആകുമ്പോൾ ഇവിടെ 6, 6 പകുതി സ്വത്ത്, പകുതിയാണ് സ്വത്ത്. ഖലാസ്. ഇനി ഇവിടെ ഇവിടെ ഉമ്മ സൗജ് ജദ് ഉണ്ട്. ഇവിടെ ഉമ്മിനെ അപേക്ഷിച്ചിട്ട് ശരിയാണ് സൗജിനെ കൂടുതൽ. ഞാൻ ഉദാഹരണം കൊണ്ടുവന്ന അതിനല്ല. ഒരു മയ്യത്തിന് അനന്തരം എടുക്കുന്നവരിൽ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്. അതിൽ ആണുങ്ങളെക്കാൾ പെണ്ണ് സ്വത്തോരി എടുക്കുന്ന അവസ്ഥ, അതിന് ഉദാഹരണമാണിത്. ഇവിടെ ഇഖ്വലി അബ് ഉണ്ടല്ലോ, ഈ സഹോദരങ്ങൾ അവർക്ക് ഒന്നാണുള്ളത്, അവരത് ആണ് ഇതിന് ഭാഗിച്ചെടുക്കേണ്ടത്. അതേസമയം 1 മുഴുവനായിട്ടാണ് ആരെടുക്കുന്നത്? ഉമ്മ എടുക്കുന്നത്. ശരി. അപ്പോൾ ഇവരെ അപേക്ഷിച്ച് ഉമ്മക്കാണ് ഇവിടെ സ്വത്ത് കൂടുതൽ. സ്ത്രീയാണ് കൂടുതൽ ആണിനേക്കാൾ സ്വത്ത് എടുക്കുന്നത് എന്നുള്ളതാണ്. ഉമ്മ മരിക്കുമ്പോൾ ഉമ്മനെ അനന്തരം എടുക്കുന്നവർ ആര്? അതായത് ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തി മരിക്കുമ്പോൾ അവരെ അനന്തരമെടുക്കുന്നവർ ആര് എന്ന് നോക്കണം. ആ അനന്തരമെടുക്കുന്നവർ പിന്നെ മക്കളിൽ ആണുങ്ങളുണ്ട് എങ്കിൽ അതാണ് മയ്യത്തിനോട് ഏറ്റവും അടുത്താണ് സ്വത്ത് അനന്തരം എടുക്കുക, അയാളാണ്. മനസ്സിലായല്ലേ?
അങ്ങനെ ഉണ്ടോ നോക്കണം. അതില്ല, പെൺമക്കളാണെങ്കിൽ കിട്ടും. ഇല്ല, മുകളിലാണുണ്ട്. മുകളിലാണ്ടിയെങ്കിൽ ആ മക്കൾക്കാണ് സ്വത്ത് കിട്ടുക. കിട്ടില്ല, കിട്ടൂല. പക്ഷെ അയാൾക്ക് സ്വത്ത് കിട്ടും. എങ്ങനെയാണ് എങ്കിൽ അത് ഞാൻ അവിടെ ഒരു കുറച്ച് ഭാഗം വിശദീകരിക്കണം. കേവലം ഒരു പൗത്രിയുടെ അല്ലെങ്കിൽ ഒരു പൗത്രൻ്റെ അനന്തര സ്വത്ത് മാത്രമല്ല അവർക്ക് ലഭിക്കാതിരിക്കണ അവസ്ഥ വരിക. പലർക്കും എന്ത് ചെയ്യും, സ്വത്ത് അനന്തരം എടുക്കുന്ന സമയത്ത് അനന്തരം തടയപ്പെടുന്ന അവസ്ഥയിൽ പലരും ഉണ്ടാവും. അതൊരു പൗത്രനോ പൗത്രിയോ മാത്രമല്ല, പിന്നെയോ അത് സഹോദരികളായി, സഹോദരന്മാരായി, അല്ലെങ്കിൽ ഇപ്പോൾ പിതൃ സഹോദരങ്ങളായി, ഇങ്ങനെയൊക്കെ പലരും ഉണ്ടാവും. ഓരോ വ്യക്തികളുടെയും വിഷയത്തിൽ വഹി ഇറങ്ങിയിട്ടില്ല. പിന്നെയോ ചില നിർണിത മാനദണ്ഡങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അടുത്ത ആണിനാണ് സ്വത്തോരി എന്ന്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞ വസിയത്തിനെ കുറിച്ചാണ്. ചിലർ വിഷയം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ കേവലം ഒരു പൗത്രൻ അല്ലെങ്കിൽ ഒരു പൗത്രി മാത്രമാണ് സ്വത്ത് നിഷേധിക്കപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല, അർഹരായ പലരും ഉണ്ടാവും, സ്വത്തിന് അർഹരായ പലരും ഉണ്ടാവും. പക്ഷേ ആ പലരും സ്വത്തിന് അർഹരാണ് എന്നുള്ളത് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖലീഫ ഹാറൂൺ റഷീദിന് മുമ്പിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഈ ഒരു മസല വന്ന് പൗത്രൻ്റെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു ചോദ്യം ഇമാം ഷാഫിയോട് ചോദിച്ചത്, ഒരു പിതാവ് മരണപ്പെടുമ്പോൾ തൻ്റെ മകനെ വിളിച്ച് പറഞ്ഞു, മകനെ, നീ എൻ്റെ മകനായതുകൊണ്ട് നിനക്ക് 2000 ദിർഹമാണ് സ്വത്തോരിയുള്ളത്. നീ എൻ്റെ പേരക്കുട്ടിയായിരുന്നുവെങ്കിൽ നിനക്ക് 10,000 സ്വത്തോരി കിട്ടുമായിരുന്നു, 10,000 ദിർഹംസ് സ്വത്തോരി ലഭിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. എന്താ ചോദ്യത്തിൻ്റെ പൊരുൾ? മകനായതുകൊണ്ട് എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. പേരക്കുട്ടിയായിരുന്നുവെങ്കിൽ 10,000 ദിർഹംസ് ലഭിക്കുമായിരുന്നു എന്നാണ്. ഇമാം ഷാഫി അത് ആ മസാല പെട്ടെന്ന് വളരെ പെട്ടെന്ന് പ്രതികരിക്കാൻ, മറുപടി അറിയാനുള്ള ഉത്തരം കണ്ടെത്തി പറയാനുള്ള കഴിവായിരുന്നു ഇമാം ഷാഫിയുടേത്. അത് പറഞ്ഞു. അതായത് ഈ മരണപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 28 പെൺമക്കൾ ഉള്ള ഒരു മസാലയാണ്. ഞാനത് കൊണ്ടുവരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനന്തരാവകാശത്തിൻ്റെ പ്രത്യേകത, അതേപോലെ തന്നെ ഇപ്പോൾ പേരമക്കൾ അനന്തരം എടുക്കുന്നു എങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അറിയാൻ കൂടിയാണ് പറഞ്ഞത്. ഉള്ള ഒരു വ്യക്തിയാണ് മരിച്ചത്, അയാൾക്കൊരു മകനാണുള്ളത് എങ്കിൽ നോക്കിയ സ്വത്തോരി എങ്ങനെ കൊടുക്കുക? 28 പെൺമക്കൾക്കും ഓരോ ഓഹരിയും, ആൺകുട്ടിക്ക് എന്താ പകുതിയല്ല, ഇവരുടെ ഇരട്ടി 2 ഓഹരിയാണ്. ശരി, അപ്പോൾ 30,000 ദിർഹംസാണ് ഓരി വെക്കുന്നത് അല്ലേ? 30,000 ദിർഹംസാണ് ഓരി വെക്കുന്നത് എങ്കിൽ 28,000 ദിർഹംസ് ആർക്ക് കിട്ടും? ഇവർക്ക് കിട്ടും. 1000 അവരെടുക്കും അല്ലേ? ശേഷിക്കണ എത്രയാണ്? 2,000 അല്ലേ? ശേഷിക്കണമല്ല, ഇവിടെ പെണ്ണിനെ അപേക്ഷിച്ചിട്ട് പെണ്ണിന് 2 ഓരി ആണിനാണ് 2,000. കണ്ട, ഇവിടെ 28,000 28 പെൺമക്കൾക്ക് 1000 അവരെടുക്കും. 2 പെണ്ണിൻ്റെ ഓരിയാണ് ഒരാണിനുള്ളത്. അപ്പോൾ അതെത്രയാണ്? അത് 2,000ആണ്. ഈ മസലയിൽ വലിയ വാപ്പ പറയുന്നത്, നീ എൻ്റെ മകൻ്റെ മകനായിരുന്നുവെങ്കിൽ എന്നാണ്. ഇബിൻ ആയിരുന്നുവെങ്കിൽ, ഇവിടെ മകനല്ല, പിന്നെയോ പകരം മകൻ്റെ മകനായിരുന്നുവെങ്കിൽ ഈ മസലയിൽ എങ്ങനെ ഇവരെ അറിയോ? ഈ മസലയിൽ ഈ 28 പെൺമക്കൾക്ക് സ്വത്തോരി 3/2. ഇവിടെ ആൺതലല്ല, ഇവിടെ ഇല്ല, പിന്നെ പേരക്കുട്ടിയാണുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ 28 പെൺമക്കൾക്ക് 3/2 സ്വത്തോരി അല്ലേ? 30,000-ൻ്റെ 3/2 എത്ര? 20,000 അല്ലേ? ഈ പേരക്കുട്ടി ശിഷ്ടാവകാശിയാണ്. ഈ പെൺമക്കൾ സ്വത്ത് അനന്തരത്തിട്ടുണ്ടെങ്കിൽ
പേരക്കുട്ടി ശിഷ്ടം വരുന്ന സ്വത്തിൻ്റെ അവകാശിയാണ്. 20,000 അവർ കൊണ്ടുപോയ ബാക്കി എത്ര ഉള്ളത്? 10,000. കണ്ട ഇവിടെ നോക്കി, ഈ പേരക്കുട്ടിക്ക് 10,000 സ്വത്തോരി, കാരണം അയാൾ ശിഷ്ടാവകാശിയാണ്. ഇവിടെ ഇവർക്ക് 20,000. ഈ പിന്നെ ഇവരുടെ നേരെ സഹോദരൻ ഇവിടെ ഇല്ല. പിന്നെ സഹോദരൻ്റെ മകനാണുള്ളത്, പേരക്കുട്ടിയാണ്. മരിച്ച മയ്യത്തിൻ്റെ പേരക്കുട്ടിയാണ് ഇവിടെ ഉള്ളത്. ശരി, അവിടെ പേരക്കുട്ടി സ്വത്ത് ഓരി എടുത്തിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ എടുത്തിട്ടുണ്ട്, കൂടുതൽ സ്വത്ത് ഓരി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പൗത്രൻ്റെ സ്വത്തോരി നിഷേധിച്ച വകവെക്കാത്ത മതമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അത് എത്രമേൽ ഒരു അന്ധമായ ഒരു എതിർക്കലാണ് എന്നുള്ളതാണ്. അത് തീർത്തും ശരിയല്ല. അനന്തര സ്വത്ത് അതിൻ്റെ ഓരോ അർഹരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചൊരു കാര്യമാണ്, ഈ സ്വത്തോഹരി നിങ്ങൾ നൽകേണ്ടതെല്ലാം മരണപ്പെട്ട വ്യക്തി മരിക്കുന്നതിന് മുമ്പ് നൽകിയ വസിയ്യത്ത് ഉണ്ടാകും. ആ വസിയ്യത്ത് കഴിഞ്ഞതിന് ശേഷമാണ്. മിംബാദി വസിയ്യത്തിൻ യൂസി ബിഹ ഔദൈൻ, മയ്യത്ത് നിർവഹിച്ച വസിയ്യത്ത് അത് നിർവഹിച്ചതിന് ശേഷമായിരിക്കണം എന്ത് സ്വത്തോഹരി നൽകേണ്ടത്. വിശുദ്ധ ഖുർആനിൽ തുടർച്ചയായിട്ട് അള്ളാഹു പറഞ്ഞാണ്, 2 ആയത്തുകളിൽ ഇത് 2 ആയത്തുകളിൽ തുടർച്ചയായി പറഞ്ഞാണ്. മിംബാദി വസിയ്യത്ത് യൂസീന ബിഹാ ഔദൈൻ, സ്ത്രീകൾ അനന്തരെടുക്കുമ്പോൾ സ്ത്രീകളുടെ വസിയ്യത്ത് നിർവഹിച്ചതിന് ശേഷം, യൂസീന ബിഹ അവർ നിർവഹിച്ച വസിയ്യത്ത് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം സ്വത്തോഹരി കൊടുക്കേണ്ടത്. പുരുഷന്മാർ സ്ത്രീകളെ അനന്തരെടുക്കേണ്ടത്. അതേപോലെ സ്ത്രീകൾ പുരുഷന്മാരെ അനന്തരെടുക്കുന്ന വിഷയത്തിൽ പറഞ്ഞു, മിംബാദി വസിയ്യത്തിൻ തൂസൂന ബിഹ ഔദൈൻ, നിങ്ങൾ നിർവഹിച്ച വസിയ്യത്ത് അത് നിർവഹിച്ചതിന് ശേഷമായിരിക്കണം സ്ത്രീകൾ പുരുഷന്മാരെ അനന്തരെടുക്കേണ്ടത്. പിന്നെ വേറെ അടുത്തുള്ള തുടർന്ന് തന്നെ ഇതേപോലെ പറയണം, മിംബാദി വസിയ്യത്തിൻ യൂസാ ബിഹ ഔദൈൻ, നിർവഹിക്കപ്പെടുന്ന വസിയ്യത്ത് അത് നിർവഹിച്ചതിന് ശേഷമായിരിക്കണം സ്വത്ത് അനന്തരെടുക്കേണ്ടത്. 2 ആയത്തുകൾ തുടർച്ചയായി 12-13 ആയത്തുകൾ. ഈ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളുടെ സ്വത്തോഹരി, പെൺമക്കളുടേത്, പെൺമക്കൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാതാപിതാക്കളുടേത്, സഹോദരങ്ങളുടേത്, ഭർത്താവ്, ഭാര്യ, അതേപോലെ ഇവരുടെയൊക്കെ സ്വത്തോഹരി പറഞ്ഞതിന് ശേഷം ആ ഓഹരി ഇത് കൊടുക്കേണ്ടത് എപ്പോഴാണ്? അത് വസിയ്യത്തിന് ശേഷം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്തിനെ നന്നായി എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. മാത്രമല്ല വസിയ്യത്തിന് മുൻഗണന നൽകണമെന്ന് പറഞ്ഞു. വസിയ്യത്തിന് മുൻഗണന നൽകണം സ്വത്തോഹരി കൊടുക്കുന്നതിന് മുമ്പായിട്ട്. ശരി, ഒരു വ്യക്തിയുടെ സ്വത്തിൽ 1/3 വരെ വസിയ്യത്താണ് ചെയ്യാം. 1/3, അത് ഏറ്റവും കൂടുതൽ 1/3, അതിൽ കൂടാൻ പാടില്ല. 1/3 താഴെയാകലാണ് നല്ലത്. മനസ്സിലെ? ഇപ്പോൾ ഒരു വ്യക്തി മരിക്കുമ്പോൾ അയാളുടെ സ്വത്തോഹരി വെക്കുന്നവർക്കുണ്ടല്ലോ, അതിൽ 1/3 സ്വത്തോഹരി കിട്ടുന്നവർ വലിയൊരു വിഹിതം ലഭിക്കുന്നവരാണ്. അതിനേക്കാൾ കുറച്ച് സ്വത്തോഹരി ലഭിക്കുന്നവർ കൂടുതലാണ്. വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വസിയ്യത്ത് ഒരിക്കലും അനന്തരം എടുക്കുന്നവർക്കില്ല. സ്വത്ത് ഓഹരി എടുക്കുന്നവർക്ക് വസിയ്യത്ത് പാടില്ല. അല്ല വസിയ്യത്തിൽ വാരിസിൻ, സ്വത്ത് അനന്തരം എടുക്കുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഇവിടെ വസിയ്യത്ത് ചെയ്യാൻ പാടില്ല. ഈ മസലയിൽ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇതാണ്, ഇവിടെ ഈ മസലയിൽ ഒരു സ്വത്ത് അനന്തരം എടുക്കാത്ത ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ, ഒരു വിദൂരപ്പെട്ട വ്യക്തി ഉണ്ടെന്ന് വെക്കുക എങ്കിൽ ഇവർക്ക് വസിയ്യത്ത് ചെയ്യാൻ പാടില്ല. വസിയ്യത്ത് ചെയ്യാൻ പാടുള്ളതല്ല. സ്വത്ത് അനന്തരം എടുക്കാത്തൊരു വ്യക്തിക്ക്, ഇപ്പോൾ ഈ ഇതിൽ ഇവിടെ ഉമ്മ ഉണ്ട്, ഉമ്മയുടെ ഒരു ഉമ്മയുണ്ടെന്ന് വെക്കാം. അവരൊരു നിർധനയായ സ്ത്രീയാണ്. ഉമ്മ ഉള്ളപ്പോൾ ഈ സ്ത്രീക്ക് എന്തുണ്ടാവില്ല?
സ്വത്ത് വിഹിതം ഉണ്ടാവില്ല, ഉമ്മ തടയും അവരെ. പക്ഷേ ഈ മയ്യത്തിന് എന്ത് ചെയ്യാം? ഇവർക്ക് വേണ്ടിയിട്ട് വസിയത്ത് ചെയ്യാം. ആ വസിയത്ത് 1/3 വരെ ചെയ്യാം, 1/3 വരെ ചെയ്യാം. അങ്ങനെ 1/3 വരെ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവർക്കൊരു നല്ല വിഹിതമാണ് ഇവിടെ സ്വത്തോഹരി ലഭിക്കുക. ഇതിൽ നിന്ന് ഈ സ്വത്ത് അവർ വിട്ടേച്ച സ്വത്തിൻ്റെ 1/3 നല്ലൊരു വിഹിത ലഭിക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇസ്ലാം വസിയത്തിനെ പ്രോത്സാഹിപ്പിച്ചു. സ്വത്ത് ഓഹരി കൊടുക്കുന്നതിന് മുമ്പ് വസിയത്തിന് മുൻഗണന നൽകാൻ പറഞ്ഞു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽയഖ്ശല്ലദീന ലൗ തറകു മിൻ ഖൽഫിഹിം ദുർരിയ്യതൻ ദിആഫ. ഒരു വ്യക്തി മരിക്കുമ്പോൾ ആലോചിക്കണം, താൻ ദുർബലരായ ആളുകളെ വിട്ടേക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്, അതല്ലേ? അപ്പോൾ അത് ഏതൊരു ആളോടുള്ള ആഹ്വാനമാണ്. താൻ മരിച്ചാൽ തൻ്റെ കീഴ്ഘടകങ്ങളിൽ അവശരുണ്ടോ ഇല്ലേ എന്നുള്ളത് ആലോചിക്കണം എന്നുള്ളത്. അനന്തര സ്വത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കി അതേ തുടർച്ചയിലാണ് അല്ലാഹ് പറയുന്നത്. ആളുകൾ ആലോചിക്കണം, താൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദുർബലരായ കീഴ്ഘടകങ്ങളുണ്ടോ എന്നുള്ളത്, അല്ലേ? മരിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതാണ്. എന്തിനാ പറഞ്ഞത്? അങ്ങനെ കീഴ്ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? വസിയത്ത് ചെയ്യണം എന്നുള്ളതാണ്. വസിയത്ത് ചെയ്താലോ ആ വസിയത്തിന് നൽകിയിട്ടാണ് പിന്നെ അവകാശികൾക്ക് അവരുടെ അവകാശം നൽകുന്ന അവസ്ഥ ഇസ്ലാമിലുള്ളൂ. അതൊന്ന്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് വഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ. സ്വത്ത് ഓഹരി വെക്കുകയാണ്. സ്വത്ത് ഓഹരി വെക്കുമ്പോൾ വൈദ ഹദറൽ ഖിസ്മ, ഈ ഓഹരി വെക്കുന്ന സമയത്ത് ഹാജരായാൽ, ആരാജരായാൽ? ഉലുൽ ഖുർബ, അടുത്ത ബന്ധുക്കൾ, വൽ യതാമ, അനാഥകൾ, വൽ മസാക്കീൻ, അഗതികൾ, എങ്കിൽ അവർക്കതിൽ നിന്ന് വിഹിതം നൽകണം എന്ന് പറയണം. അതേപോലെ അവരോട് മാന്യമായ വാക്ക് പറയണം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിൽ വളരെ ഗൗരവത്തിൽ ഉണർത്തപ്പെട്ട വിഷയമാണ്. ഇതൊക്കെ ഉണർത്തിയതിന് ശേഷം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹു നിശ്ചയിച്ച നിയമങ്ങളാണ്. അതുകൊണ്ട് ആ നിയമങ്ങളിൽ അള്ളാഹുവിനെ വഴിപ്പെട്ടാൽ, അനുസരിച്ചാൽ, റസൂലുള്ളാഹിനെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അള്ളാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. എന്നാൽ അള്ളാഹുവിനെ റസൂലിനെ ധിക്കരിച്ച് അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾ ഒരാൾ അതിര് വിട്ടിട്ടുണ്ട് എങ്കിൽ യുദ്ഖിൽഹു നാറ, അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും എന്ന്. ഖാലിദൻ ഫീഹ വലഹു അദാബു മുഹീൻ, നിന്ദ്യമായ ശിക്ഷ അത്തരക്കാർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പോൾ ചില ആളുകൾ ദീനിൻ്റെ ചില ഭാഗങ്ങൾ പിടിക്കും, ചില ഭാഗങ്ങളെ വിഗണിക്കും. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ വരും. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിലക്ക് എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരാൾ അവഗണിക്കപ്പെടുന്നൊരവസ്ഥ വരില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈ പൗത്രൻ്റെ അല്ലെങ്കിൽ പൗത്രിമാരുടെയൊക്കെ അനന്തര അവകാശ വിഷയത്തിൽ. പിന്നൊന്നും കൂടി ഉലുൽ അർഹാം എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. ഉലുൽ അർഹാം, ഉലുൽ അർഹാമി ബാദുഹും ഔലാ ബി ബാദിൻ ഫി കിതാബില്ലാഹ്. റഹീം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്നാണ്. ഉലുൽ അർഹാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉലുൽ അർഹാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയ്യത്തിൻ്റെ രക്തബന്ധങ്ങളാണ്. ആ രക്തബന്ധങ്ങൾ അതാണ് എന്ത്, ഇപ്പോൾ ഈ പൗത്രിമാർ പോലുള്ളവരൊക്കെ, അതേപോലെ ഇത്തരം കേസുകളൊക്കെ, അതാണ് ഉലുൽ അർഹാം. ഈ ഉലുൽ അർഹാം അടുത്ത ആൺ തലമുറകൾ സ്വത്ത് അനന്തരം എടുക്കാനില്ല എങ്കിൽ അവർക്ക് എന്തുണ്ട്? സ്വത്തോരിയുണ്ട്. ഇപ്പോൾ ഒരാൾ മരിച്ചു, അയാൾക്ക് ബിന്തില്ല, അതേപോലെ ഇബിനില്ല, ഇവരൊന്നുമില്ല. ചില ബിന്ത്, ഇബിൻ ഇല്ല, ബിന്താണ് ഉള്ളത് എങ്കിൽ, അല്ല ബിന്താണ് ഉള്ളത് എങ്കിൽ, മകളാണുള്ളത് എങ്കിൽ ഈ മകൾക്ക് സ്വത്തോരിയുണ്ട്. എത്ര സ്വത്തോരിയുണ്ട്? ഈ മകൾ എത്ര സ്വത്ത് എടുക്കും അത്ര ഉണ്ട്. ഇവിടെ ഈ പ്രശ്നത്തിൽ മകൾക്കല്ല, ഇപ്പോൾ ഇവിടെ മകനില്ല എങ്കിൽ മകൾക്ക് പകുതിയാണ് സ്വത്തോരി, അല്ലേ? ആ വിഹിതം മകളില്ല എങ്കിൽ മകൾക്കുണ്ട്, സ്വത്തോരിയുണ്ട്. അതാണ് ഉലുൽ അർഹാം. അപ്പോൾ പൗത്രിമാർക്ക് സ്വത്തോരി ഇല്ല എന്നുള്ളതല്ല, മുകളിൽ ഏറ്റവും അർഹരായ ആളുകളുണ്ട് എങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ആണ് പെണ്ണി എന്നുള്ളതല്ല അനന്തരെടുക്കാനുള്ള നോട്ടം, പിന്നെയോ ഖറാബത്താണ്, മയ്യത്തിനോടുള്ള അടുത്ത ബന്ധമാണ്. ആ അടുത്ത ബന്ധമില്ല എങ്കിൽ അകന്ന ബന്ധത്തിൽ സ്വത്തോഹരി ലഭിക്കും. അതിനാണ് ഉലുൽ അർഹാം എന്ന് പറയുക. എങ്ങനെ ഇവിടെ ഇതിനിപ്പോൾ എത്ര താഴത്തേക്ക് പോയിട്ടുണ്ട് എങ്കിലും
ഇവർക്കുള്ള സ്വത്തോരി അത് ഈ താഴത്തേക്ക് നൽകും. അതിനാണ് ഉൽ അർഹാമിൻ്റെ സ്വത്തോരി എന്ന് പറയാം. പിന്നെ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നൊരു വിഷയം, ഒരാൾ മരിച്ചിട്ട് അയാൾക്കൊരു മകനുണ്ട്, പിന്നെ ഒരു മകൻ്റെ മകളുമുണ്ട്, അല്ലേ? ശരിയല്ലേ? ഇവിടെ സ്വത്തോരി ആർക്കാണ്? സ്വത്തോരി ഈ മകനാണ്, അസബക്കാരനാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വത്തോരി ഇല്ല. കാരണം എന്തുകൊണ്ട്? ഇവിടെ മയ്യത്തിനോടുള്ള അടുപ്പത്തിൽ ഏറ്റവും അടുത്താണ് ആരാണ്? ഈ മകനാണ്. ഈ മകൻ സ്വത്തോരി എടുക്കുമ്പോൾ ഈ കുട്ടിയുടെ ആരാണ്? ഈ മകൻ കുട്ടിൻ്റെ ആരാണ്? ഈ കുട്ടിൻ്റെ വലിയാണ്, കുട്ടിൻ്റെ ആളാപ്പയാണത്, അല്ലെങ്കിൽ മൂത്താപ്പയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണിത്. ഇത് മരിച്ചുപോയി, ഇയാൾക്കൊരു മകളാണുള്ളത്, അല്ലേ? ഇവിടെ സ്വത്തോരി മുഴുവൻ ഈ വ്യക്തിക്കുള്ളതാണ്. ആ വ്യക്തി ആരാണ്? ഈ ജീവിച്ചിരിക്കുന്ന കുട്ടിയുടെ വലിയാണ്, രക്ഷാധികാരിയാണ്. ഈ കുട്ടിയുടെ എല്ലാ സംരക്ഷണവും മതപരമായി ഏൽപ്പിക്കപ്പെട്ടത് ആരെയാണ്? ഈ വ്യക്തിയാണ്. ഈ കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പെശക് സംഭവിച്ചു നിൽക്കുക, ശരിയല്ലേ? ഒരു ഇപ്പോൾ ബ്ലഡ് മണി നൽകേണ്ട ഒരു കേസ് സംഭവിച്ചു നിൽക്കുക, ആരുടെ മേലിലാണ് അത് ചേർത്തപ്പെട്ടുള്ളത്? ഈ കുട്ടിയിലല്ല, പിന്നെയോ ഇയാളാണ് ചേർത്തപ്പെട്ടുള്ളത് മതപരമായിട്ട്. ഇയാളോട് ചോദിക്കുക, മനസ്സിലായി? ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇടപാടുകളും നിശ്ചയിക്കപ്പെട്ടത് ഈ വ്യക്തിയിലാണ്. അത് ഉള്ളതോടൊപ്പം ഇനി ഇദ്ദേഹത്തിൻ്റെ വാപ്പയാണല്ലോ മരിച്ചത്, അല്ലേ? ഇദ്ദേഹത്തിൻ്റെ വാപ്പയാണ് മരിച്ചത്, ഇദ്ദേഹത്തിൻ്റെ സ്വത്താണ് ഓരി വെക്കണത്. ഇദ്ദേഹത്തിന് മുഴുവൻ കിട്ടും, ഇവിടെ കിട്ടൂല എന്നുള്ളത്, അല്ലേ? ഈ വാപ്പാക്ക് എന്തും ചെയ്യാം, ഇനി ഇവിടെ 1/3 വസിയത്ത് ചെയ്യാം. 1/3 വരെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വസിയത്ത് ചെയ്യാം. അതാണ് അള്ളാഹു പറഞ്ഞ് വസിയത്ത് ചെയ്യണം. ദുർബലരായ പിൻഗാമികളെ ആ ദുർബലാവസ്ഥയിൽ വിട്ടു പോകുന്നത് രക്ഷിതാക്കളെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, അള്ളാഹുവിനെ ഭയക്കണം എന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ ഇത്തരം വിഷയത്തിലാണ്. അതുകൊണ്ട് തന്നെ വസിയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വിഹിതം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീൻ അത് കൃത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സസൂക്ഷ്മം കാര്യങ്ങൾ അറിയുന്ന അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു വളരെ പിന്നെ സൂക്ഷ്മമായി കൃത്യമായിട്ടുള്ള അള്ളാഹു ഹക്കീമാണ്, നിയമങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ചില ഉദാഹരണങ്ങൾ ഇവിടെ എഴുതേണ്ടത്. പിന്നെ ഈ സ്ത്രീകൾ, ഇപ്പോൾ ഒരു വ്യക്തിയുടെ മരണത്തിൽ അയാൾക്കൊരു സഹോദരിയുണ്ട്, ഒരു മകൾ, അയാൾക്കൊരു പിതൃ സഹോദരനുണ്ട്. അങ്ങനെ നോക്കുക, ഇവിടെ നോക്കി, ഒരു വ്യക്തി മരിച്ചാൽ മകൾ പകുതി സ്വത്തോരിയാണ്, മനസ്സിലല്ലേ? ഈ മകളോടൊപ്പം സഹോദരി അസബയാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പകുതി സ്വത്തോരിയാണ്. ഈ സ്വത്തിൽ ഈ പിതൃ സഹോദരൻ സ്വത്ത് തടയപ്പെടും. മരിച്ച വ്യക്തിക്ക് പിതാവിൻ്റെ സഹോദരനുണ്ട്, അതാണ് മകളുണ്ട്, നേരിട്ട് സഹോദരിയുണ്ട്, അല്ലേ? മകൾക്ക് പകുതി സ്വത്തോരി, ബാക്കി സ്വത്തോരി പകുതി അത് സഹോദരിക്കാണ്. ഇവിടെ ആണ് തടയപ്പെടും, ആണെന്നുണ്ടാവില്ല, സ്വത്തോഹരി ലഭിക്കൂല. ഉണ്ടാ, സ്ത്രീകൾ മാത്രമാണ് ഇവിടെ സ്വത്തോരി എടുക്കുന്നത്, ശരിയല്ലേ? പുരുഷന് ഇവിടെ സ്വത്തോരിയില്ല. 2 1 1 ഇവിടെ ഒന്നുമില്ല. അതേപോലെ ഇതേപോലെ തന്നെ ഇനി ഇവിടെ ഇതിൽ ഒരു ബിന്ത് അഹുൻ ലി അബാണ് നോക്കുക, അഹുൻ ലി അബാണ് നോക്കുക. ഇയാളല്ല, അതങ്ങനെ എഴുതാനൊരു കാരണമുണ്ട്. അഹുൻ ലി അബാണ് നോക്കുക. ഇതേപോലെയാണ് പകുതി ഇവിടെ സ്വത്തോരിട്ട് ഇവിടെ കിട്ടും, ഇതിന് കിട്ടൂല. ഇവിടെ അഹ് മാത്രമാണ്, അഹ് മാത്രമാണെങ്കിൽ സ്വത്തോരി കിട്ടും. മരിച്ച വ്യക്തിക്ക് സഹോദരിയുണ്ട്, സഹോദരനുണ്ട്, പൂർണ്ണ സഹോദരങ്ങൾ. എങ്കിൽ ഇവരെന്ത് ചെയ്യും? ഈ പകുതി കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന സ്വത്തിൽ ഇവർ ശിഷ്ടാവകാശികളാണ്, മനസ്സിലല്ലേ? അതേസമയം അഹുൽ ലാബാണ് ഇവിടെ ഉള്ളത് എങ്കിൽ
അയാൾക്ക് എടുക്കാൻ സ്വത്തില്ല. കാരണം ഇവിടെ പെൺകുട്ടിയോടൊപ്പം പൂർണ്ണ സഹോദരി എന്താണ് പിന്നെ അവകാശിയാണ്. അസബ എന്നതിന് പറയാം, ബിൽ ഗൈർ എന്ന് പറയും. അപ്പോൾ ഇവിടെ അരവിടെ കൊടുക്കും, ബാക്കി അരവിടെ കൊടുക്കും. ഈ സഹോദരന് സ്വത്ത് കിട്ടൂല ഈ മസലയിൽ. ഉണ്ടോ? ഇവിടെ പെണ്ണുങ്ങൾ സ്വത്ത് ഓരിയെടുക്കും, ആണ് സ്വത്ത് ഓരിയെടുക്കില്ല. ഇതിനിവിടെ ഇതേപോലെ തന്നെയാണ്. സഹോദരികളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ബനാത്താണ്, ഇവിടെ അഖവാത്താണ്, ഇവിടെ ഇഖ്വയാണ്. കണ്ട, ബനാത്ത് മാത്രമാണെങ്കിൽ എത്ര സ്വത്തോരി? ഇവിടെ ബിന്താകുമ്പോൾ പകുതിയാണ്. ബനാത്താണെങ്കിൽ എത്ര പറഞ്ഞേ? ഒന്നിലധികം പെൺമക്കളുണ്ടെങ്കിൽ എത്ര സ്വത്തോരി മയ്യത്തിന്? ആൺമക്കളില്ലെങ്കിൽ 3/2. 3/2. 3/2 എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഈ സഹോദരികൾക്കുള്ളതാണ്. ഇവിടെ ഈ സഹോദരന്മാർ തടയപ്പെടും, ആണുങ്ങൾക്കൊന്നുമില്ല. മനസ്സിലല്ലേ? ഇവിടെ 3 സ്വത്തോരി വെച്ചിട്ട് 2 ഇവിടെ 1 ഇവരെടുക്കും. ഇവിടെ സ്വത്തോരി എടുക്കാൻ ഒന്നും ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഈ സഹോദരങ്ങൾ തടയപ്പെടും. ഇവർക്കുള്ളതാണ്, ഈ സഹോദരിമാർക്കുള്ളതാണ് ഈ 1. അതവർ തുല്യമായിട്ട് വിരിച്ചെടുക്കുക ചെയ്യുക. ആണ് ഇവിടെ തടയപ്പെടും. ആണിന് സ്വത്തോരി ഇല്ല അതിൽ. അതേപോലെ ഒരു ബിൻ, ഒരു ഉഖ്ത് എഴുതുമ്പോൾ പൂർണ്ണ സഹോദരിയാണ്. അതേപോലെ ഉമ്മലി അബ് നോക്കിയ ഇവിടെ ഈ മസലയിൽ ഒരു വ്യക്തി മരിച്ച് മകൻ്റെ മകളുണ്ട്, പൂർണ്ണ സഹോദരിയുണ്ട്, പിതാവത്തെ സഹോദരനുണ്ട്, മാതാവത്തെ സഹോദരനുണ്ട്, അർദ്ധ സഹോദരങ്ങളുണ്ട്. എങ്കിൽ ഇവിടെ ഈ മകൻ്റെ മകൾക്ക് എത്ര സ്വത്തോരി? മകൻ്റെ മകൾക്ക് പകുതി സ്വത്തോരിയാണ്, പകുതിയാണ്. പിന്നെ ബാക്കി പകുതിയിൽ ഈ സഹോദരിയാണ്, ഷക്കീക്കുള്ളതാണ്. മനസ്സിലല്ലേ? 2 1 ഇവിടെ ഇവർ തടയപ്പെടും. ഇവർക്ക് ഇതിൽ സ്വത്തോരില്ല. ഈ അഹുല്ലി ഉമ്മത്തെ സഹോദരി, മരിച്ച വ്യക്തിയുടെ മാതാവത്തെ സഹോദരൻ മരിച്ച വ്യക്തിയുടെ പിതാവത്തെ സഹോദരൻ, അവരൊക്കെ ഉണ്ട്. അതേസമയം പൂർണ്ണ സഹോദരിയുണ്ട്, ബാപ്പിമ്മിയൊത്തെ സഹോദരിയുണ്ട്. എങ്കിൽ ഈ പെൺകുട്ടിയോടൊപ്പം പൂർണ്ണ സഹോദരി സ്വത്തെടുക്കും. ഇവർ തടയപ്പെടും. ആണുങ്ങൾക്ക് സ്വത്തോരിയില്ല. ഇതേപോലെ ഇനിയും ഒരു ഉദാഹരണം, വേറിട്ടൊരു ഉദാഹരണം ഇതാ. നോക്കിയേ, ഒരു വ്യക്തി മരിച്ചപ്പോൾ അതൊരു പെണ്ണാണ് മരിച്ചത്. അവരുടെ ഭർത്താവുണ്ട്, മകളുള്ളതുകൊണ്ട് 4/1. മകളുണ്ട്, മകൾക്ക് പകുതിയാണ് സ്വത്തോരി. വാപ്പുണ്ട്, 6/1 സ്വത്തോരി. ഉമ്മ ഉണ്ട്, 6/1 സ്വത്തോരി. ഒരു വ്യക്തി മരിച്ചു, ഒരു സ്ത്രീ, ഭർത്താവ്, മകള്, വാപ്പ, ഉമ്മ. ഇവർ ശിഷ്ടാവകാശികളാണ്. ആര്? മകൻ്റെ മകളും ഉണ്ട്, മകൻ്റെ മകനും ഉണ്ട്, ശിഷ്ടാവകാശികളാണ്. ശരിയല്ലേ? ബാക്കി എന്താണോ സ്വത്ത് വരുന്നത് അത് ഇവർ എടുക്കും. ഇവിടെ 12 സ്വത്ത് ഓരി വെച്ചാൽ 4/1 3, പകുതി 6, ഇവിടെ 2 2. ഇപ്പം എത്രയായി? 13 ഉണ്ടോ? 13. അപ്പോൾ ഈ അവകാശികൾക്ക് തന്നെ സ്വത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ മകൻ്റെ മകനും മകൻ്റെ മകളും തടയപ്പെടും. മകൻ്റെ മകനും സ്വത്തോരിയില്ല, മകൻ്റെ മകൾക്കും ഇവിടെ സ്വത്തോരിയില്ല. കാരണം അവർ ശിഷ്ടാവകാശികളാണ്. ശിഷ്ടമൊന്നും ശേഷിക്കുന്നില്ല, അതുകൊണ്ട് ഇവർക്കില്ല. ശരി. പക്ഷേ ഈ മസലയിൽ ഈ മകൻ്റെ മകൻ ഇല്ലായിരുന്നുവെങ്കിൽ, ഈ ആണില്ലായിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് സ്വത്തോരി കിട്ടും, ഈ പെൺകുട്ടിക്ക്. അതെങ്ങനെ? ഈ പകുതി ഉണ്ടല്ലോ, ആ പകുതി 3/2 തേക്കും ഈ പെൺകുട്ടി. മനസ്സിലായി? ഈ ആൺകുട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ഈ മസാലയിൽ ഈ പെൺകുട്ടി ഉണ്ടല്ലോ, അതിന് പകുതി ഉണ്ട്. പെൺകുട്ടികൾക്ക് 3/2 വരെ പോകാം. ആ 3/2 തേക്കാൻ എന്ത് ചെയ്യും? ഈ പൗത്രി ഉണ്ടല്ലോ, മകൻ്റെ മകൾ, അവർക്ക് സ്വത്തോരി കൊടുക്കും, 6/1 കൊടുക്കും. മനസ്സിലായി? അപ്പോൾ ഇവിടെ 6/1 കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഇത് ആവുല ചെയ്യും.
ഇല്ല. ഇതില്ലായിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് ഇവിടെ 6-1. പക്ഷേ ഈ ആണുള്ളത് കൊണ്ടാണ് ഈ പൗത്രിക്ക് ഇവിടെ അത് തടയപ്പെട്ടത്. കാരണം ഇവൻ ഉണ്ടായതുകൊണ്ട് ഇവർ ശിഷ്ടാവകാശികളായി. ഇതില്ലായിരുന്നുവെങ്കിൽ 6-1 സ്വത്തോരി കിട്ടും, ഇവിടെ 3-2 തേക്കാൻ. അപ്പോൾ സ്വത്ത് കിട്ടുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ ഇനിയും ഇതിൻ്റെ ഉദാഹരണങ്ങളുണ്ട്. അതായത് ചില മസ്അലകൾ, ആ മസ്അലകളിൽ ആണും പെണ്ണും ഉണ്ട്. പക്ഷേ ആണിന് സ്വത്ത് നിഷേധിക്കപ്പെടുകയും പെണ്ണ് മാത്രം സ്വത്ത് അനന്തരമെടുക്കുകയും ചെയ്യുന്നതായ മസ്അലകൾ. അപ്പോൾ ഇസ്ലാമിൽ ഈ ഒരു പല്ലവി പല ആളുകളും പാടും. സ്ത്രീക്ക് സ്വത്ത് ഹനിച്ചു, സ്വത്ത് നിഷേധിച്ചു, അല്ലെങ്കിൽ സ്വത്ത് പകുതിയാക്കി എന്നുള്ളതായ ഒരിത്. യഥാർത്ഥത്തിൽ അത് തീർത്തും എന്തല്ല, ഒരു നീതിയുടെ വർത്താനമല്ല. സ്വത്ത് പുരുഷനേക്കാൾ പകുതിയാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. 5 സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. അതിൽ സ്ത്രീക്ക് ആ സ്വത്ത് അതിലൊരു ചെലവും ബാധ്യതയില്ലാതെയാണ് അവരെന്ത് ചെയ്യുന്നത്, ആ പകുതി അവർ ലഭിക്കുന്നത്. എന്നാൽ സ്ത്രീകൾ പുരുഷനേക്കാൾ സ്വത്ത് ഓഹരിയെടുക്കുന്ന, പുരുഷനെപ്പോലെ സ്വത്ത് ഓഹരിയെടുക്കുന്ന, എന്നാൽ അതേപോലെ പുരുഷൻ സ്വത്ത് നിഷേധിക്കപ്പെടുകയും സ്ത്രീക്ക് സ്വത്ത് അനന്തരമായി ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥകളും ഇസ്ലാം വിശദീകരിക്കുന്ന, വിഭാവനം ചെയ്യുന്നതായ ഈ അനന്തരാവകാശ നിയമത്തിൻ്റെ വിഷയങ്ങളിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ചില ഉദാഹരണങ്ങൾ ഇവിടെ പ്രത്യേകം ഉണർത്തിയത് എത്രമാത്രം ഒരു അനീതിയുടെ വർത്തമാനമാണ് ചെയ്യുന്നത് ഇത് ആളുകൾ പറയുന്നതാണ്. മുസ്ലിം നാമധാരികളായ ആളുകൾ ഇത് പറയുമ്പോഴാണ് വിഷയം. അമുസ്ലിമീങ്ങൾ പലരും തെറ്റായി കാര്യങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ചില ഉദ്ദേശങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ അത് ഏറ്റുപാടുന്ന ഒരു പ്രവണതയാണ് പലർക്കും ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ചില ഒരു ധാരണ നമുക്കുണ്ടാവണം എന്നുള്ളതും, പിന്നെ അതിൽ തീർത്തും അനീതിപരമായിട്ടുള്ളൊരു വർത്താനാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മളിവിടെ എന്ത് ചെയ്ത് ഈ ഒരു ഉദാഹരണങ്ങൾ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.